സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി 18 മുതൽ 30 വരെ പൂവിളി 2026 18 മുതൽ 24 വരെ ഇന്ത്യയിലെ കരകൗശല വിദഗ്ധർ പങ്കെടുക്കുന്ന ഗാന്ധി ശില്പ് ബസാറും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിൻസ് ടയേഴ്സ് ആൻഡ് വീൽസ്, ജെടി റോഡ്, വടകര. വാഹന ഉടമകളുടെ വഴികാട്ടി, 23 വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം. കേരളത്തിന്റെ തനത് കലയും കരകൗശല പൈതൃകവും ഓണത്തിന്റെ ആഘോഷപ്പൊലിമയും ഒരുമിച്ച് ചേർത്ത് സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഓഗസ്റ്റ് 18 മുതൽ 30 വരെ ഓണാഘോഷ പരിപാടിയായ പൂവിളി 2026 18 മുതൽ 24 വരെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കരകൗശല വിദഗ്ധർ പങ്കെടുക്കുന്ന ഗാന്ധി ശില്പ് ബസാറും സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കൊയിലാണ്ടി MLA അഡ്വക്കേറ്റ് കെ പ്രവീൺ പൂവിളിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുമെന്നും പയ്യോളി നഗരസഭാ ചെയർപേഴ്സൺ സഹീറ N അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. ഗാന്ധി ശില്പ ബസാർ 2026 സർഗാലയിൽ ഈ വർഷവും ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ്. മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസും ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സും ചേർന്ന് സർഗാല ഓർഗനൈസ് ചെയ്യുന്ന രണ്ടാമത്തെ ഗാന്ധി ശില്പ ബസാറാണ്. ഇതിൽ ഹാൻഡ്ലൂം ക്രാഫ്റ്റുകളെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ സർഗാലയിലെ കലാകാരന്മാർ ഒരുക്കുന്ന ക്രാഫ്റ്റുകളും അതിൻ്റെ ഒപ്പം ഉണ്ടാകുന്നതാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗികമായ ചടങ്ങിൻ്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് 6 മണിക്കാണ്. അതിൽ ബഹുമാനപ്പെട്ട പയ്യോളി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീ സാഹിറ N അധ്യക്ഷത വഹിക്കുന്നതാണ്. ചടങ്ങിൻ്റെ ഉദ്ഘാടനം കൊയിലാണ്ടിയുടെ ബഹുമാന്യനായ MLA ശ്രീ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ ആണ്. അടുത്ത ദിവസങ്ങളിൽ ഹാൻഡിക്രാഫ്റ്റ്സ് മേളയോടൊപ്പം തന്നെ സർഗാലയിൽ പൂവിളി 2026 എന്ന രീതിയിൽ ഓണാഘോഷത്തിന് വേണ്ടിയും കൂടെ സർഗാലയ നമ്മുടെ വിസിറ്റേഴ്സിനെ വെൽക്കം ചെയ്യാൻ വേണ്ടി പൂവിളി 2026 ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ നല്ല രീതിയിൽ നടത്തിയിരുന്നു. അത് കൂടുതൽ വിപുലമായി ഈ വർഷം കൊണ്ടാടാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ വർഷം നമ്മൾ ഈ ഹാൻഡിക്രാഫ്റ്റ്സ് മേള, അതിനൊപ്പം തന്നെ ഓണസദ്യ, വൈവിധ്യങ്ങളായ കലാപരിപാടികൾ, ഒപ്പം തന്നെ വടകരയിൽ ആദ്യമായിട്ട് നമ്മളൊരു പാരാസെയിലിംഗ് വാട്ടർ സ്പോർട്സ് ട്രൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പാരാസെയിലിംഗ് ആക്ടിവിറ്റി കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. അതിൻ്റെ ട്രയൽ അടുത്ത ദിവസങ്ങളിൽ നടക്കും. അത് സക്സസ്ഫുൾ ആണെങ്കിൽ ഓണക്കാലത്ത് ആദ്യമായിട്ട് വടകരയിലെ മൂരാട് പുഴയിൽ പാരാസെയിലിംഗ് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതൊരു തുടക്കമാണ്. കാരണം നമ്മളിവിടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രൊജക്റ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോമ്പോണൻ്റാണ് വാട്ടർ സ്പോർട്സും ബോട്ടിംഗ് സൗകര്യങ്ങളും മൂരാട് പുഴയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്നത്. അതിൻ്റെ ഒരു ട്രയൽ റണ്ണും കൂടെ ഇതിൻ്റെ ഒപ്പം ആരംഭിക്കാൻ സാധിക്കുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ പ്രധാനപ്പെട്ട ഓണക്കാലത്ത് ഒരു പ്രധാനപ്പെട്ട ആകർഷണമായി മാറും. ഇതിൻ്റെ ഒപ്പം തന്നെ തൃക്കാക്കരയപ്പൻ, അതായത് നമ്മുടെ സർഗാലയിലെ കലാകാരന്മാർ ആദ്യമായിട്ട് തൃക്കാക്കരയപ്പനെ നമ്മളിവിടെ നിർമ്മിച്ചിട്ട് വിപണനം ചെയ്യുന്നുണ്ട്. അതൊരു കേരളത്തിൻ്റെ തനതായ ഐശ്വര്യത്തിൻ്റെയും കൂടെ ചിഹ്നമായ തൃക്കാക്കരയപ്പനെ നമ്മളുടെ കലാകാരന്മാർ, ഇവിടുത്തെ പോട്ടറി ഉണ്ടാക്കുന്ന ടെറാക്കോട്ട കലാകാരന്മാരാണ് നിർമ്മിക്കുന്നത്. അതിനൊരു വരുമാനം എന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മളതിനെ മാർക്കറ്റിലോട്ട് കൊണ്ടുവരുന്നത്. ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ്സ്, മിനിസ്ട്രി ഓഫ് ടെക്സ്റ്റൈൽസിൻ്റെ കീഴിലുള്ള ഡെവലപ്മെൻറ്റ് കമ്മീഷണർ ഹാൻഡിക്രാഫ്റ്റ് സർവീസ് സെൻറ്റർ തൃശ്ശൂരും സർഗാലയും ചേർന്ന് നടത്തുന്ന രണ്ടാമത് ഗാന്ധി ശില്പ് ബസാർ, അതായത് നമ്മുടെ ഇന്ത്യ ഒട്ടാകെ ചെയ്യുന്ന ഗാന്ധി ശില്പ് ബസാർ, നമ്മുടെ ആർട്ടിസൻസിന്, കലാകാരന്മാർക്ക് ഒരുപാട് അവസരങ്ങളും അവർക്ക് സെയിലും ഒരുക്കി കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ തൃശ്ശൂർ ഓഫീസിൻ്റെ പ്രപ്പോസലിൽ സാങ്ഷൻ ആയിട്ടുള്ള ഗാന്ധി ശില്പ് ബസാറാണ് നമ്മളിവിടെ ഇന്ന് ആരംഭിക്കുന്നത്. 18 മുതൽ 24 വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോഗ്രാമാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഈ 7 ദിവസത്തിൽ സൗത്ത് ഇന്ത്യയിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ട 40 വിവിധ ഹാൻഡിക്രാഫ്റ്റ്സ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന കലാകാരന്മാർക്കാണ് നമ്മൾ അവസരം കൊടുക്കുന്നത്. അതിൽ കേരളത്തിൽ നിന്നുള്ളത് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള കലാകാരന്മാരെയും വിവിധ കലാസൃഷ്ടികളെയും, അതായത് അവരുടെ ഹാൻഡിക്രാഫ്റ്റ്സ് പ്രൊഡക്ട്സിനെയും ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ കലകളെ നമുക്ക് ഈ ഒരു മേളയിൽ ഇവിടെ കാണാവുന്നതാണ്. അതിൽ ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷനുള്ള കലകളും സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സും വരെ നമുക്കിവിടെ സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കും. അവരുടെ പ്രൊഡക്ട്സുകൾ കാണാനും അത് നമ്മൾക്ക് പരിചയപ്പെടാനും നമ്മൾക്ക് വാങ്ങിക്കുവാനും ഒരു അവസരമാണ്. ഈ ഒരു പ്രത്യേക മേള നമ്മൾ ഈ ഒരു അവസരത്തിൽ തന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ വിപണി, ഓണം ആണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ വിപണി. അപ്പോൾ ആ ഒരു വിപണിയെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇപ്പോൾ തന്നെ ഇത് ഇവിടെ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്.
കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.